ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 68 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് ഹൈക്കോടതിയിൽ പരാതി ലഭിച്ചു. ദേവസ്വം പ്രസ്സിലേക്ക് പേപ്പർ ഇറക്കിയ വകയിലാണ് ക്രമക്കേട് നടന്നത്. ദേവസ്വം ബെഞ്ചിന് മുന്നിലെത്തിയ പരാതി വിജിലൻസിന് കൈമാറി. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് സംശയിക്കുന്ന ദേവസ്വം ആസ്ഥാനത്തെ അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. ക്രമക്കേട് വ്യക്തമാക്കുന്ന രേഖകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വാദവുമായി ബന്ധപ്പെട്ട് ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സംശയ നിഴലിലാകുന്നു. ഇപ്പോൾ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുന്നു. എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ? സേതുലക്ഷ്മി, ശബരിമലയിലെ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ശബരിമലയിൽ മാത്രമല്ല, മറ്റ് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2024 ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദേവസ്വം പ്രസ്സിലേക്ക് പേപ്പർ ഇറക്കുമതി ചെയ്തതിൽ 68 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നതാണ് കണ്ടെത്തൽ. അത്തരത്തിലൊരു പരാതി ഹൈക്കോടതിയിൽ തന്നെ ലഭിച്ചു. ദേവസ്വം ബെഞ്ചിന് മുന്നിലാണ് പരാതി ലഭിച്ചത്. ഈ കലണ്ടറുകൾ പ്രിന്റ് ചെയ്യുന്നതിനുൾപ്പെടെ ഈ പേപ്പറും സാമഗ്രികളും വാങ്ങുന്നതിനാണ് ഇത്തരത്തിൽ 68 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഓംബുഡ്സ്മാന് നിർദ്ദേശം നൽകി പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതിനുശേഷം ഇപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ പരിഗണനയിലാണ് ഈ പരാതി. പക്ഷേ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. അസിസ്റ്റന്റ് മാനേജറുടെ, നേരത്തെ ദേവസ്വം പ്രസ്സിലെ മുൻ അസിസ്റ്റന്റ് മാനേജറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 68 ലക്ഷം രൂപയുടെ ക്രമക്കേട്, ഇത് ഏത് കാലയളവിൽ സംഭവിച്ചതാണ്? എപ്പോഴത്തെ ഒരു കാലയളവിലാണ് ഈ പരാതി പോയിരിക്കുന്നത്? 2024 ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് പരാതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ പരാതിയിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മാസമാകുന്നു. പക്ഷേ നടപടികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഈ ഉദ്യോഗസ്ഥനെ കൺസോളിഡേറ്റഡ് സർവീസിൽ വന്നതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി എന്നല്ലാതെ ഈ തുക എവിടെ നിന്ന് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനവും വന്നിട്ടില്ല. ഈ അസിസ്റ്റന്റ് മാനേജറെ മാറ്റി നിർത്തിയതിനു ശേഷം പുതിയ അസിസ്റ്റന്റ് മാനേജർ ദേവസ്വം ബോർഡിൽ ചുമതല ഏറ്റെടുത്തു. ഈ അസിസ്റ്റന്റ് മാനേജർ നടത്തിയ പരിശോധനയിൽ ഈ പേപ്പർ ഇറക്കുമതിയിൽ മാത്രമല്ല, പ്രൂഫ് റീഡിംഗിലും ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. പ്രൂഫ് റീഡിംഗിൽ 8 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടന്നതെന്നാണ് ഈ അസിസ്റ്റന്റ് മാനേജർ, പുതുതായി ചുമതലയെടുത്ത അസിസ്റ്റന്റ് മാനേജർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ ചുമതലയുണ്ടായിരുന്ന, അതിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥ ഇപ്പോഴും ദേവസ്വം ആസ്ഥാനത്ത് തന്നെ തുടരുന്നതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൽ നടന്നു. അത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിഗണനയാണ്. ഇത് മാത്രമല്ല, നിയമനത്തിലും വലിയ തരത്തിലുള്ള പ്രശ്നം ദേവസ്വം ആസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും സ്ഥലത്തല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സർവത്ര ക്രമക്കേടുകളും കാര്യങ്ങളും ഒക്കെയാണ് പുറത്തു വരുന്നത്. നമ്മുടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മാത്രമല്ല, പല തരങ്ങളിലും പല ഇടങ്ങളിലും ക്രമക്കേടുകൾ സംശയിക്കുന്നു. ഒരുപക്ഷെ ഇനി നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നടന്നിട്ടുമുണ്ടാകാം. ചന്തു ആണ് വിവരങ്ങളൊക്കെ നൽകിയത്.